കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ട്രെയിൻ യാത്രകൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഈയിടെ തുടങ്ങിയ ഒരു വേളാങ്കണ്ണിക്ക് പോകുന്നൊരു എക്സ്പ്രസ് ട്രെയിനാണ്. എറണാകുളം വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസ്. ഈ വണ്ടി പോകുന്നത് ഒരു വ്യത്യസ്തമായ റൂട്ടിൽ കൂടാണ്. പക്ഷേ ഈ വണ്ടിയിൽ നിന്ന് ഡൈവേർട്ടഡ് ആണ് കേട്ടോ, വേറെ ഡൈവേർട്ടഡ് റൂട്ടിൽ കൂടെയാണ് ഇത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം. കുറച്ച് ആളുടെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു, ഇവിടെ വീട്ടിൽ തന്നെയായിരുന്നു, ഒരു ബ്രേക്കിലായിരുന്നു, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് രാത്രി 11:50 എറണാകുളത്ത് നിന്ന് എടുത്തിട്ട് അടുത്ത ദിവസം വൈകിട്ട് 5:30 ഇത് വേളാങ്കണ്ണി എത്തുന്നൊരു വണ്ടിയാണ്. നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി ബൈ വീക്ക്ലി എക്സ്പ്രസിൻ്റെ റേറ്റ് ഷെയറിംഗ് ആണ് ഈ വണ്ടി. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷൻ അഥവാ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് പ്ലാറ്റ്ഫോം 2 ഇതാണ് വണ്ടി വിടുന്നത് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാറ്റ്ഫോം 2ലേക്ക് പോകാം. ഈ വണ്ടിയും ഇതുപോലെ തന്നെ ഇലക്ഷൻ പ്രമാണിച്ച് തുടങ്ങിയൊരു വണ്ടിയാണ്. നേരത്തെ ഇത് സ്പെഷ്യലായിട്ട് ഓടിക്കൊണ്ടിരുന്നതാണ്, പിന്നെ അത് പെർമനൻ്റ് ആക്കി ഓടിക്കുകയാണ്. നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ഉണ്ടല്ലോ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പോകുന്ന ആ വണ്ടിയുടെ സെയിം റേക്കാണ് പോകുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല, സെയിം റേക്കാണ്. അപ്പോൾ അത് തിങ്കളാഴ്ച പോയിട്ട് ബുധനാഴ്ച എറണാകുളത്ത് വന്നിട്ട് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ടാണ് ബുധനാഴ്ച രാത്രി 11:50 നടക്കുന്നത്. എന്നിട്ടിത് വ്യാഴാഴ്ച വൈകിട്ട് വേളാങ്കണ്ണി എത്തും. വ്യാഴാഴ്ച രാത്രി 7:45 വീണ്ടും തിരിച്ചു പോവും. എന്നിട്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മുന്നേ ഇവിടെ എത്തും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഈ വണ്ടിയുടെ നമ്പർ 16363, ഇവിടെ നിന്ന് വേളാങ്കണ്ണിക്ക് പോകുന്നത്. തിരിച്ചു വരുന്നത് 16364. മറ്റേ വേളാങ്കണ്ണി എക്സ്പ്രസിൻ്റെ നമ്പർ 16361, 16362. അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം 3ൽ ഒരു വണ്ടി കിടപ്പുണ്ട്. ഇത് നമ്മുടെ ധർത്തിയാബ AC സൂപ്പർ ഫാസ്റ്റ് ആണ്. എറണാകുളത്ത് നിന്ന് റാഞ്ചിയിലെ ഹട്ടിയ വരെ പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതിന് കയറാൻ വേണ്ടി കുറേ അതിഥി തൊഴിലാളികളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ റേക്ക് വരുന്നത് പ്ലാറ്റ്ഫോം 2ലാണ്. അത് ഇതിലൂടെ വന്നിട്ടില്ല, മെയിൻ്റനൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അത് മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി രാത്രി കൊണ്ടെടുത്തുള്ളൂ. 11:50 വിടുന്നത്, അപ്പോൾ സമയമുണ്ട്. നമ്മുടെ പഴയ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് കേരളത്തിൽ കൂടെ പകല് പോകുന്നൊരു വണ്ടിയാണ്. പക്ഷേ ഇത് നട്ട 10:00 പോകുന്നത്. ഇവിടെ നിന്ന് രാത്രി 11:50 എടുത്തിട്ട് വെളുപ്പിന് 3 മണിക്കാണ് കൊല്ലം എത്തണത്. ഇത് N2 ഇലക്ട്രിക് ലോക്ക് വെച്ച് ഓടുന്നൊരു വണ്ടിയാണ്. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ മിക്കവാറും ആര്യങ്കാവൊക്കെ കഴിഞ്ഞ് മറ്റേ ചെങ്കോട്ടയൊക്കെ എത്താറായിട്ടുണ്ടാവും. ഈ വണ്ടി പോകുന്ന റൂട്ട് എടുത്തു പറയേണ്ട റൂട്ടാണ്. അതാണ് ഈ മെയിനായിട്ട് വ്ളോഗ് ചെയ്യാൻ കാര്യം. ഇത് ഇവിടെ നിന്ന് സാധാരണ നോർമൽ റൂട്ട് നമ്മുടെ കൊല്ലം, പുനലൂർ, ചെങ്കോട്ട വഴി വിരുദനഗർ പോയിട്ട് അവിടെ നിന്ന് മധുരൈ വഴിയാണിത് പോകുന്നത്. മധുരൈ, ട്രിച്ചിന്ന് തഞ്ചാവൂർ, തിരുവാരൂർ, നാഗപട്ടണം വഴിയാണിത് വേളാങ്കണ്ണിക്ക് പോകുന്നത്. പക്ഷേ നമ്മൾ ഈ പോകുന്ന ദിവസം ഈ വണ്ടി ഡൈവേർട്ടഡാണ്. ഈ വണ്ടി വിരുദനഗർ എന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് മാനാമധുരൈ, കാരൈക്കുടി വഴി ട്രിച്ചി കയറിയിട്ട് അങ്ങനെയാണ് പോകുന്നത്. അത് ഈ മധുരൈ ഭാഗത്ത് എന്തോ ട്രാക്ക് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഈ വണ്ടി ഇന്ന് ആ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റൂട്ട് നമുക്ക് ഫുള്ള് കിട്ടത്തില്ല. അതായത് വിരുദനഗറിൽ നിന്നും ട്രിച്ചി വരെയുള്ള ഭാഗം കിട്ടത്തില്ല. പക്ഷെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിന് മുമ്പ്, അതുകൊണ്ട് കുഴപ്പമില്ല. ശരി, വേറെ റൂട്ടിൽ കൂടെ പോകുന്നത് ലേറ്റ് ആകാൻ ചാൻസ് ഒന്നുമില്ല, ഓൺ ടൈം എത്തുമായിരിക്കും. സ്ലാക്ക് ഉണ്ട് ഇഷ്ടം പോലെ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയുള്ള എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് പോകുന്നത് അത് വിരുദനഗറിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് മാനാമധുരൈ, അവിടെ നിന്ന് കാരൈക്കുടി, തിരുത്തുറൈപ്പൂണ്ടി വഴിയാണ് അത് നാഗപട്ടണം ചെന്നിട്ട് വേളാങ്കണ്ണിക്ക് പോകുന്നത്. അതാണ് എനിക്കൊന്ന് ഷോർട്ടസ്റ്റ് റൂട്ട്. പക്ഷേ ഈ വണ്ടി പോകുന്നത് കുറച്ച് ലോങ്ങസ്റ്റ് റൂട്ടാണ്. അതുകൊണ്ട് അത്യാവശ്യം ടൈം കൊടുത്തിട്ടുണ്ട്, ഓൺ ടൈം എത്തും, അങ്ങനെ ലേറ്റ് ആവാറൊന്നുമില്ല. ഈ വണ്ടി തുടങ്ങിയിട്ടാകെ 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അത് നമ്മുടെ വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസിൻ്റെ റേക്ക് കണ്ട് എറണാകുളത്തിൻ്റെ ഒരു ഡീസൽ ലോക്ക് കൊണ്ട് ഷണ്ട് ചെയ്ത് കൊണ്ടിരുന്നതാണ്ടാ. ഇപ്പോൾ സ്വല്പം ചൂടിന് കുറവുണ്ട്. ചൂട് കുറഞ്ഞപ്പോൾ മഴയൊക്കെ പെയ്തു തുടങ്ങി. മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട്. വണ്ടിയുടെ അനൗൺസ്മെൻ്റ് അല്ലേ കേൾക്കണേ, ഉണ്ട് നമ്മുടെ വണ്ടിയുടെ റേക്ക് അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ശിവകാശി വരെ ഇതിൻ്റെ AC 2 ടയറിനാണ് പോകുന്നത്. ശിവകാശിയിൽ നിന്ന് നമ്മൾ വേളാങ്കണ്ണിക്ക് പോകുന്നത് ഇതിൻ്റെ സ്ലീപ്പറിനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഡേ ടൈമിൽ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും ആ റൂട്ട്. എന്തായാലും മഴ പെയ്ത് തുടങ്ങിയതിൽ കാര്യമാണ്. നല്ല കിടിലം മഴ അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ അങ്ങനെ കുളിച്ച് വരുവാണ്. നല്ല കഴുകി കുട്ടപ്പനായിട്ട് നമ്മുടെ വണ്ടി വരുന്നത് ഓൾറെഡി. നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ചുണ്ട്, ഇതാണ് AC 2 ടയർ. തുറന്നിരിക്കുകയാണ്, അകത്ത് കയറി നോക്കാൻ എന്തായാലും സ്വാഭാവികം. നല്ല വൃത്തിയുള്ള നല്ല കിടിലം കോച്ചാണ്. എനിക്ക് സൈഡ് ലോവറാണ്. A1 ഒറ്റ 2 ടയർ ഉള്ളു ഇതിന്. A1 23 എവിടെ നോക്കട്ടെ, 23 ഇവിടെ തോന്നുന്നു. ഇത് തന്നെ. കഴിഞ്ഞ ദിവസം വീട്ടിലൊരു പുള്ളി കമ്മിറ്റാണ്, അബിക്ക് സെക്കൻഡ് AC കിടന്നാൽ ഉറക്കം എടുത്തുള്ളൂ, എനിക്ക് സെക്കൻഡ് AC കിടന്നാൽ ഉറക്കം എടുത്തുള്ളൂ, ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എന്തൊക്കെ ക്രിമേഡിയാ നോക്കണം ഓരോ മനുഷ്യന്മാർക്ക്. നമുക്ക് കംഫർട്ടബിളായിട്ട് പോകാമല്ല, നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് പോകണേ. എന്തോ സ്വഭാവമൊക്കെ നോക്കണേ.
ഞാൻ ഇനിയും സെക്കൻഡ് എ സി പോകും. കോച്ചിനകത്തൊക്കെ വൃത്തിയുണ്ട്, പക്ഷെ പുറത്തൊന്നും അത്ര മെയിൻറ്റെയിൻ ഒന്നുമില്ല. ഇത് പഴയ ജാമ്പാൻ്റെ കാലത്തുണ്ടാക്കിയ കോച്ചാണ്, കണ്ടാൽ അറിയാം. 2015 അപ്പോൾ എനിക്ക് തോന്നുന്നു വല്ല തമിഴ്നാട്ടിൽ നിന്ന് എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് വന്ന കോച്ചായിരിക്കും. കണ്ടിട്ട് അതുപോലെ ഉണ്ട് കേട്ടോ, ഒട്ടും മെയിൻറ്റെയിൻഡ് അല്ല. നമുക്ക് ഡോറിൻ്റെയൊക്കെ പരുവം കണ്ടോ, വാഷ്റൂം കണ്ടോ, എന്തായാലും. പക്ഷേ വൃത്തിയൊക്കെ ഉണ്ട്, അകത്ത് വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എവിടെ നിന്നോ ട്രാൻസ്ഫർ ആയി കിട്ടിയ കോച്ചാണ്. ഈ റേക്കിനോടുണ്ടായിരുന്ന സെക്കൻഡ് എ സിക്ക് പുത്തനായിരുന്നു, 2025 മേടായിരുന്നു. അപ്പോൾ അത് എവിടെയോ മാറ്റി ഊരിയിട്ടുണ്ട്. എന്നിട്ട് ഏതോ വണ്ടിക്ക് കിടന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടിയ കോച്ചായിരിക്കും ഇവർ കുത്തി കയറ്റിയത്. നമ്മുടെ വണ്ടിയുടെ ലോക്കോ അതുകൊണ്ട് പിടിപ്പിക്കാൻ പോവാണ്. WAG9 ഗുഡ്സ് ലോക്കോ ആണ്. ഇത് അടിപൊളി, എൻ്റെ ദൈവമേ, ഗുഡ്സ് ലോക്കോ ആണ് കേട്ടോ, G9 ലോക്കോ. ഇതിന് കൊല്ലത്ത് ലോക്കോ റിവേഴ്സിലൊക്കെ ഉള്ളതുകൊണ്ട് കൊല്ലത്തുനിന്ന് മിക്കവാറും വേറെ വല്ല ലോക്കോ കയറ്റുമായിരിക്കും. സാധാരണ അങ്ങനെയാണ് വേളാങ്കണ്ണി എക്സ്പ്രസ്സിന്. പക്ഷേ ഈ വണ്ടിക്ക് ഇന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം. ഞാൻ ദൂരെ നിന്നാണ് ഇപ്പോൾ G9 ആണെന്ന് ഓർത്തത്. G9 ഉണ്ട്, പക്ഷേ G9 ഡെഡാണ്. G9 എവിടെ ലിഫ്റ്റ് അടിച്ച് പോവാണ്. തൊട്ട് മുന്നിൽ WP4 ആണ്, അതെന്തായാലും പൊളിച്ച്. എനിക്ക് തോന്നുന്നു G9 എങ്ങാണ്ട് ലിഫ്റ്റ് അടിച്ച് പോവാണ്. കൊല്ലം പോയിട്ട് അവിടെ നിന്ന് വല്ല ട്രിവാൻഡ്രോ അല്ലെ കൊല്ലത്തുനിന്ന് ഏലും വണ്ടിക്ക് കൊടുക്കാൻ വല്ലതും പോവായിരിക്കും, ലോക്കോ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ G9 ലിഫ്റ്റ് അടിച്ച് പോവാണ് നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസിൻ്റെ കൂടെ. നമ്മളെ ലീഡ് ചെയ്യുന്ന ലോക്കോ ആരക്കോളം ഷെഡിൻ്റെ ഒരു WP4 ലോക്കോ ആണ്, 22570. അപ്പോൾ കൊല്ലം വരെ ഇതാണ് ലീഡ് ചെയ്യുന്നത്. കൊല്ലത്തുനിന്ന് കൊടുക്കുന്ന ലോക്കോ ഏതാണെന്ന് അറിയത്തില്ല, എന്തായാലും നാളെ രാവിലെ എണീക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ വേളാങ്കണ്ണി എക്സ്പ്രസിൻ്റെ WP7 കൊടുക്കുന്നത് കുറവാട്ടോ, എപ്പോഴും WP4 ആണ് കൊടുക്കുന്നത്. അതിന് ധാരാളമാണ്, ചെറിയ ലോഡല്ല, അധികം കോച്ചൊന്നുമില്ല. അതുപോലെ LHB ആണല്ലോ, അപ്പോൾ വേഗം വലിച്ചോളൂ. അപ്പോൾ മുന്നിലത്തെ ലോക്കോ മാത്രമേ ഓണുള്ളൂ, മറ്റേ ലോക്കോ ഞാൻ പറഞ്ഞില്ല, അത് ഡെഡാണ്. അത് ട്രാൻസിറ്റ് ആയിട്ട് എവിടെ പോവാണ്, കൊല്ലം പോവായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സാരഥി അപ് ടു കൊല്ലം. ബുധനാഴ്ച ദിവസങ്ങളിൽ എറണാകുളത്തുനിന്ന് രാത്രി ഇപ്പോൾ കൊല്ലം ഭാഗത്തേക്കോ അല്ലെങ്കിൽ പുനലൂർ ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ ഈ വണ്ടി നല്ലൊരു ഓപ്ഷനാണ്. ജനറൽ കയറി എടുത്ത് പോയാൽ മതി, ആളൊന്നും കാണത്തൊന്നുമില്ല, രാത്രി പോകുന്നതല്ലേ, ഇപ്പോൾ വലിയ തിരക്കൊന്നും കാണത്തില്ല. കൊല്ലത്തുനിന്നൊക്കെ തിരക്ക് കാണത്തുള്ളൂ. നമ്മൾ ശിവകാശി വരെയാണ് ഈ സെക്കൻഡ് എ സിയിൽ പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ പിന്നെ സ്ലീപ്പറിൽ പോകും. ശരിക്കും പറഞ്ഞാൽ വണ്ടി അത്ര ഫുള്ളൊന്നും അല്ലെന്ന് കേട്ടോ, വണ്ടി അത്യാവശ്യം വേക്കൻ്റാണ്. ഇതിൻ്റെ ചാർട്ട് വന്നപ്പോഴേക്കും ബാക്കിയുള്ള സീറ്റ്സ് സ്ലീപ്പറിൽ 154, തേർഡ് എ സിയിൽ 62, സെക്കൻഡ് എ സിയിൽ 13. ഇത്രയും സീറ്റ് കറണ്ട് ബുക്കിങ്ങിലുണ്ടായിരുന്നു, അറിയോ. അതായത് വണ്ടി അത്ര ഫുള്ളൊന്നും അല്ല, വീക്ക്ലി വണ്ടിയില്ല. അതുപോലെ ഈ വണ്ടീനെ പറ്റി ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വണ്ടി അത്ര ഡിമാൻഡില്ല. പക്ഷേ സീസൺ സമയങ്ങളിലൊക്കെ ഈ വേളാങ്കണ്ണിക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ടാവും. അപ്പോൾ ഇന്ന് ഈ വണ്ടിയിൽ കൂടുതൽ ആൾക്കാരും കയറുന്നത് കൊല്ലമൊക്കെ ആകുമ്പോഴാണ്. എൻ്റെ കോച്ചിൽ എൻ്റെ മുകളിലുള്ള ആളൊക്കെ കൊല്ലത്തുനിന്ന് കയറുന്നതാണ്. പിന്നെ ചെങ്ങന്നൂർ അവിടെ നിന്നൊക്കെ ആൾക്കാർ കയറും. എന്നാലും കൂടുതൽ ആൾക്കാർ കൊല്ലത്തു നിന്നാണ് കയറുന്നത്, വെളുപ്പിന് 3 മണി. നമുക്കങ്ങനെ ബെഡ്ഷീറ്റും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ബെഡ്ഷീറ്റും പിന്നെ പില്ലോയൊക്കെ ഉണ്ട്. അപ്പോൾ സൈഡിൽ അവർ സെറ്റാക്കട്ടെ. അങ്ങനെ നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസ് അങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാത്രി 11:50 പുറപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനടുത്ത സ്റ്റോപ്പ് കോട്ടയമാണ്. നമ്മൾ 3 മണിക്കാണ് കൊല്ലത്തെത്തുന്നത്. നമ്മളിപ്പോൾ നേരെ കയറി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. രാത്രി 12 മണി ആവാറായി. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മിക്കവാറും ആര്യങ്കാവ് ഏരിയയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ എറണാകുളം മാർഷലിംഗ് യാർഡിൻ്റെ അവിടെ ചവിട്ടിയിട്ട് ഇതായിട്ട് നമ്മുടെ മംഗലാപുരം ട്രിവാൻഡ്രം എക്സ്പ്രസ് കൊണ്ട് കയറി പോവാണ്. അപ്പോൾ ഇനി അതിൻ്റെ പുറകിലാണ് നമ്മുടെ വണ്ടി ഉരുണ്ടുകൊണ്ട് പോകാൻ പോകുന്നത് കേട്ടോ. ഇത് കുറച്ച് ലേറ്റായിട്ട് വന്നതാണ്. ഓൺ ടൈം വന്നായിരുന്നെങ്കിൽ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ലേറ്റായിട്ട് വന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ബാക്കിലാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഈ വണ്ടി തൃപ്പൂണിത്തുറ ആവാതെ നമ്മുടെ വണ്ടിക്ക് സിഗ്നലും കിട്ടത്തില്ല പോരെ. ആ മംഗലാപുരം ട്രിവാൻഡ്രം പോയപ്പോഴേക്കെന്താണ് നമ്മുടെ വിവേക് എക്സ്പ്രസ്, ദിബ്രുഗഡ് വന്ന വിവേക് എക്സ്പ്രസ് നമ്മളെ വട്ടം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് കയറി പോകാതെ നമ്മൾ വിടത്തൂല്ലേ, എന്തോ പരിപാടി നോക്കണേ. അപ്പോൾ ഞാൻ പോയി കിടക്കട്ടെ. നമ്മൾ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ ശിവകാശി എത്തും. അപ്പോൾ ഇനി രാവിലെ കാണാം. രാവിലെ നമ്മളൊരു 5:30-6 മണിയാകുമ്പോൾ എണീറ്റ് നമ്മുടെ തെന്മല ഭാഗത്തുള്ള കാഴ്ചകളോട്ട് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഇപ്പോൾ സമയം 6 മണി ആവാറായിട്ടുണ്ട്. നമ്മൾ തെന്മല ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ 13 കണ്ടറ പാലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മളിപ്പോൾ പോകും, കാണിച്ചു തരാം. കേട്ടോ, ചെറിയ വട്ടമേ ഉള്ളൂ, 6 മണി ആവുന്നേ ഉള്ളൂ. സകലം കൂടെ വട്ടം ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു അല്ലേ, അടിപൊളി. മഴയൊക്കെ ചെറുതായിട്ട് പെയ്ത് തുടങ്ങുന്നതുകൊണ്ട് നമ്മുടെ ഈ ഗാർഡ് സെക്ഷനിൽ ചെറിയൊരു പച്ചപ്പുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ഈ ഗാർഡ് സെക്ഷനിൽ ഇതേപോലെ തന്നെ ഈ റൂട്ടിൽ പുറകിലൊരു ബാങ്കർ ലോക്കോ നമ്മുടെ വണ്ടിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു WDP 4D ആണ്, നിങ്ങളിപ്പോൾ കണ്ടല്ലോ.
ഇപ്പോൾ WD-P40 പുറകിന് തള്ളുന്നു. മുന്നിൽ മിക്കവാറും ആ P4 തന്നെ ആയിരിക്കും. ലോക്കോ കാണാൻ പറ്റത്തില്ല, കാരണം നമ്മളെ ഏറ്റവും പുറകിലായി പോയില്ലേ. അപ്പോൾ മുന്നിൽ P4ഉം പുറകിൽ കണ്ട് ഈ കാണുന്ന WD-P40. ഇനിയിപ്പോൾ ചെറിയൊരു ടണലും കൊണ്ടുണ്ട്, അതും കൂടെ കാണാൻ നമ്മുടെ 13 കണ്ടറപ്പാലം വരുന്നു. ഈ കാണേ ഒരു രക്ഷയില്ല, കിടിലം ഭംഗിയാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഈ ഒരു റൂട്ടിൽ കൂടെ വരുന്നത്. മൺസൂണിൽ പോകുന്നുണ്ട് ഉറപ്പായിട്ടും. മൺസൂണിൽ ഇതിലും കിടിലെന്ന് വെച്ചാൽ കിടിലാണ്. കാണിച്ചു തരാം. സൈഡിൽ നല്ല വലിയ മലയുണ്ട്, ആ ഭാഗത്തെല്ലാം നോക്കുക. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കോടയൊക്കെ മൂടിക്കിടക്കുന്നുണ്ടോ. ഓ അടിപൊളി. വലിയ തണുപ്പൊന്നുമില്ല, പക്ഷേ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഈ ട്രാക്കിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് മറ്റേ തെങ്കാശിക്കൊക്കെ പോകുന്ന ആ ഒരു ഹൈവേ പോകുന്നത് കണ്ടോ. അപ്പോൾ അത് ഇതിൻ്റെ സൈഡിൽ കൂടെ ആണ് നമ്മൾ ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് ട്രെയിനും കാണാൻ പറ്റും കേട്ടോ. റോഡ് പോകുന്നുണ്ടോ, ഇഷ്ടംപോലെ ലോറിക്കാരൊക്കെയാണ് രാവിലെ കൂടുതലും. റോഡും ട്രാക്കും പാരലായിട്ടാണ് പോകുന്നത് ഈ റൂട്ടിൽ. നല്ല രസമുണ്ട് രാവിലെ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ. തണുപ്പില്ല, പക്ഷെ ചെറിയൊരു കോട പോലെ ഉണ്ട്. തണുപ്പില്ല എന്നല്ല, ശകലം ഉണ്ട്. മഴക്കാലത്ത് ഒന്നുകൂടെ രസമായിരിക്കും. നല്ല കാമാൻ പീസ്ഫുൾ റൂട്ട്, അറിയാമല്ലോ, സ്വന്തം കൊല്ലം ചെങ്കോട്ട റൂട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഗാഡ്സ് ഇറങ്ങി തമിഴ്നാട്ടിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭഗവതിപുരം സ്റ്റേഷന് മുന്നേ നമ്മുടെ ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യും. ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ നേരെ ചെങ്കോട്ടൊക്കെ ഭാഗത്തേക്ക് പോകുന്നത്. വണ്ടി നിർത്തിയുണ്ടാവും. വണ്ടി നിർത്തി ഒരു 30 സെക്കൻഡ് ഇങ്ങനെ ഇടും, എന്നിട്ട് വീണ്ടും എടുക്കും. ഈ വണ്ടിയിൽ പാൻട്രി കാറൊന്നുമില്ല. അപ്പോൾ ഇതിൽ പോകുന്നവർ രാവിലെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെങ്കോട്ടയിൽ നിന്ന് മിക്കവാറും ഫുഡ് കിട്ടുമായിരിക്കും. നമുക്ക് നേരം നോക്കാം. ചെങ്കോട്ടയാണ് ഫുഡ് ഇടുന്നൊരു പോയിൻറ്റ്. ഇതിന് ഡൈവേർട്ടഡ് ആയതുകൊണ്ട് അറിയില്ല എങ്ങനെയാണെന്ന്. ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം എങ്ങനെയൊക്കെ ആയിട്ട് ഫുഡ് കിട്ടുന്ന രീതിയിൽ നിന്ന്. ഫുഡ് ഓർഡർ ചെയ്യാനും അധികം സ്ഥലങ്ങളൊന്നും കാണത്തുള്ളൂ, ട്രിച്ചേ കാണത്തുള്ളൂ. എന്തായാലും നോക്കാം. എന്ത് ഭംഗിയുണ്ടായിരുന്ന സ്റ്റേഷൻ എന്നറിയാം ഭഗവതിപുരം. ഞാനിതിൻ്റെ പഴയ ഫോട്ടോ കാണിക്കാം. നോക്കി, ഒറ്റ മരം പോലും ഇല്ല, ഫുള്ള് വെട്ടി നാശിപ്പിച്ച്. നോക്ക്, ഇലക്ട്രിഫിക്കേഷൻ എന്നും പറഞ്ഞുകൊണ്ട് നോക്ക് എന്തല്ലേ. അപ്പോൾ ആ ഫോട്ടോ കാണുന്ന സ്റ്റേഷനാണ് പറയത്ത് പോലും ഇല്ല, അതുപോലെ ഉണ്ട്. നോക്ക്, ഫുള്ള് പ്ലെയിൻ. ഈ യാത്ര 2 പാർട്ട് വീഡിയോ ഉണ്ടാവും.
നമ്മളിവിടെ നിന്ന് മിക്കവാറും മാനാമധുര വരെ ആയിരിക്കും ഫസ്റ്റ് പാർട്ട് വീഡിയോ. പിന്നെ അവിടെ നമ്മൾ വേളാങ്കണ്ണി ചെന്നിട്ട് തിരിച്ച് ഈ വണ്ടിക്ക് സെയിം റിട്ടേൺ വരുന്നതാണ്. തിരിച്ച് വരുന്നത് സെക്കൻഡ് എ സിക്കാണ്. ഇപ്പോൾ നമ്മൾ ശിവകാശിക്ക് നമ്മൾ സ്ലീപ്പറിനാണ് വേളാങ്കണ്ണി വരെ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് വേളാങ്കണ്ണി ടു എറണാകുളം സെക്കൻഡ് എ സിക്കാണ്. ആ വീഡിയോയുടെ അടിയിലും വേണം ആ ചേട്ടൻ വന്ന് കമൻറ്റ് ഇടും, ഇവന് സെക്കൻഡ് എ സി പിടിക്കത്തുള്ളൂ, ഇവന് സെക്കൻഡ് എ സിയിലേ കിടന്നാൽ ഉറക്കം വരത്തുള്ളൂ. എന്തോ മനുഷ്യന്മാരൊക്കെയാണ്. ഞാൻ ഏത് കോച്ചിൽ പോയാലും ഇവർക്കൊക്കെ എന്തോ പ്രശ്നം എന്ന് ആലോചിക്കണേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. ചിലർക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. എ സിയിൽ പോകുന്നവരൊക്കെ ഭയങ്കര കാശുകാരെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ചിലർക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല ഇവരുടെ അടുത്തൊന്നും. നമുക്ക് തർക്കിച്ച് നിൽക്കാനും പറ്റത്തില്ല. നമ്മുടെ വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസ് കണ്ട് സെങ്കോട്ടെ സ്റ്റേഷനിലേക്ക് കണ്ട് കയറാൻ പോവാണ്. ഇവിടെ വെച്ച് നമ്മുടെ ഏതാണ്ട് പുറകെ കാണുന്നത് കണ്ട ആ ബാങ്കർ ലോക്ക് ഉണ്ടോ, ആ ലോക്ക് ഇവിടെ ചൂരും. എന്നിട്ട് മുന്നിൽ കാണുന്ന ആ WP4 വെച്ചുകൊണ്ടായിരിക്കും വേളാങ്കണ്ണി വരെ പോകുന്നത്. നമ്മൾ സാധാരണ ഈ ചെങ്കോട്ട സ്റ്റേഷനിൽ വരുമ്പോൾ പ്ലാറ്റ്ഫോം 1-ലാണ് കയറ്റുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കയറ്റുന്നത് പ്ലാറ്റ്ഫോം 3-ലാണ്. കാരണം പ്ലാറ്റ്ഫോം 1-ൽ ഏതോ ഒരു LHB വണ്ടി കിടപ്പുണ്ട്, P4 വെച്ചിട്ട്. ഏത് വണ്ടി നിരത്തില്ല, കാണിച്ചു തരാവേ. പൊതികെ എക്സ്പ്രസ് ആട്ടോ, പൊതികെ എക്സ്പ്രസ്. ചെന്നൈ എഗ്മോറിൽ നിന്നും ചെങ്കോട്ട വരെ വന്ന പൊതികെ എക്സ്പ്രസ് ആട്ടോ. ഇതിന് സാധാരണ WP7 ഒക്കെയാണ് വരുന്നത്, പക്ഷേ ഇന്ന് വന്നത് WP4 ആണ്. ഇവിടെ 7 എഞ്ചിനാണ് നമ്മുടെ വണ്ടി എത്തേണ്ടത്. നമ്മൾ 6:58 ആയപ്പോഴെത്തി. ഇനി ഇവിടെ 7:15 നമ്മുടെ വണ്ടി വിടത്തുള്ളൂ കേട്ടോ. ഈ കിടക്കുന്ന വണ്ടി ചെങ്കോട്ടയിൽ നിന്ന് മയിലാടുതുറയിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനാണ്, ചെങ്കോട്ട മയിലാടുതുറ എക്സ്പ്രസ്. അപ്പോൾ അത് 7 മണിക്ക് വിടുന്ന വണ്ടിയാണ്. ഇതിൻ്റെ പുറകിലാണ് നമ്മളിനി പോകാൻ പോകുന്നത് കേട്ടോ. ഈ വണ്ടിയുടെ പുറകിൽ ഓവർടേക്കൊന്നും അടിക്കാൻ തോന്നുന്നില്ല. ജനറലൊന്നും ഒറ്റ മനുഷ്യൻ പോലും ഇല്ല, ഫുള്ള് കാര്യമാണ്. സ്വാഭാവികമാണ്, കാരണം ഈ റൂട്ടിൽ അങ്ങനെ ജനറൽ വലിയ തിരക്ക് വരാറില്ല. ഇനിയിപ്പോൾ ആ ശിവകാശി റൂട്ടിൽ കയറിയാലേ ആൾക്കാരൊക്കെ കയറത്തുള്ളൂ. ഇതായിരുന്നു നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസിൻ്റെ ബാങ്കർ ലോക്കോ, WP4D ഗോൾഡൻ ലോക്ക് ഷെഡിൻ്റെ 40-445. അപ്പോൾ ഇതായിരുന്നു ഇവിടെ വരെ എത്തിച്ചത്. അപ്പോൾ അതിവിടെ ഡീകപ്പിൾ ചെയ്തു. ഇനിയിപ്പം നമ്മുടെ ഇലക്ട്രിക് ലോക്ക് വെച്ചിട്ടാണ് അങ്ങ് വേളാങ്കണ്ണി വരെ പോകുന്നത്. ഇവിടെ ഇതുവരെയായിട്ടും ചായ വിൽക്കുന്ന ഒരാളെയോ ഭക്ഷണം വിൽക്കുന്ന ഒരാളെയോ ആരെയും കണ്ടില്ല. പക്ഷേ അന്ന് വേളാങ്കണ്ണി എക്സ്പ്രസ് ഇല്ലേ, മറ്റേ ബൈ വീക്ക്ലി, ശനിയാഴ്ച തിങ്കളാഴ്ച പോകുന്നത്, അതിൽ പോകുമ്പോൾ രാത്രിയൊക്കെ ഫുഡ് കിട്ടാറുണ്ട്. പക്ഷേ രാവിലെ ആരെയും കാണുന്നില്ല കേട്ടോ. ഒറ്റ ആളെ പോലും കണ്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഇവിടെ നിന്നും ഫുഡ് കിട്ടത്തില്ലെന്ന് ഉറപ്പായി. ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു സ്ലീപ്പറിനോട് വന്നപ്പോഴേക്കുന്നുണ്ട് ഒരു ചേട്ടൻ ചായയും സമോസയും വിൽക്കുന്നു. ഞാൻ 3 സമോസയും പിന്നെ ഒരു ചായയും വാങ്ങിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരിക്കും മിക്കവാറും. അങ്ങനെ കറക്റ്റ് ടൈം സമയം ഇപ്പോൾ രാവിലെ 7:15. നമ്മുടെ ട്രെയിൻ മാനേജർ ചേർന്നുകൊണ്ട് പച്ചക്കൊടിയൊക്കെ വീശുവാണ്. നമ്മുടെ വണ്ടി കണ്ട് ഇവിടെ നിന്ന് എടുക്കുവാണ് ചെങ്കോട്ടയിൽ നിന്ന്. നമ്മുടെ ജനനായകൻ്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചേക്കുന്നുണ്ട് പൊതികെ എക്സ്പ്രസ്സിൽ. എന്തായാലും വിജയ് ഇവിടെ ജയിച്ചു എന്തായാലും ഭയങ്കര ഇതാട്ടോ, ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി, ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മളിപ്പോൾ തെങ്കാശി ജംഗ്ഷനിലേക്കായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മിക്കവാറും നമുക്കൊരു ക്രോസിങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. താമ്പരത്ത് നിന്ന് ചെങ്കോട്ട വരെ വരുന്ന സിലമ്പ് സൂപ്പർ ഫാസ്റ്റ് എന്ന വണ്ടിയുണ്ട്. അപ്പോൾ അത് വന്നിട്ട് മിക്കവാറും നമ്മളിനി അങ്ങോട്ട് പോകത്തുള്ളൂ. അത് നമ്മൾ പോകുന്ന റൂട്ടിൽ കാണാൻ വരുന്നത്.
തെങ്കാശി ആയപ്പോഴേക്കും നമ്മുടെ വണ്ടിയിൽ ആൾക്കാരൊക്കെ അത്യാവശ്യം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മറ്റേ ആ സിലമ്പ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ആ വണ്ടി വന്നിട്ട് നമ്മൾ വിടത്തുള്ളൂ കേട്ടോ. നമ്മളെ പ്ലാറ്റ്ഫോം 3 കയറ്റി. അപ്പോൾ അത് മിക്കവാറും 2 1 വരും. ഇപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. തൊട്ട് മുന്നിൽ മറ്റേ ചെങ്കോട്ടയും മയിലാടുതുറയുണ്ട്. അപ്പോൾ അതിന് ക്രോസിങ്ങിന് വേണ്ടിയിട്ട് ഈ സിലമ്പ് എക്സ്പ്രസ് കടയനല്ലൂർ സ്റ്റേഷനിൽ 7 മണിക്ക് വന്ന് കിടന്നതാണ്. ഇപ്പോൾ സമയം 7:30 കേട്ടോ. അപ്പോൾ അരമണിക്കൂറായിട്ട് ആ വണ്ടി അവിടെ തന്നെയാണ്. അപ്പോൾ ഇനി ഇവർ നമ്മളെ ഇനി അങ്ങോട്ട് വിട്ട് ചെയ്യുമോ അതോ അത് ഇനി വന്നിട്ട് നമ്മൾ വിടത്തുള്ളൂ എന്ന് അറിയത്തില്ല. എന്തായാലും സമയം എടുക്കും. 7:45 കഴിയും വണ്ടി വിടാൻ വേണ്ടിയിട്ട്. ലേറ്റ് ആവും. നമ്മൾ എത്ര നേരം ക്രോസിങ്ങിനിട്ട വണ്ടിയാണ് അതുകൊണ്ട് വരുന്നത്. താമ്പരത്ത് നിന്നും ചെങ്കോട്ട വരെ പോകുന്ന സിലമ്പ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇത് IC ഫ്രൈക്കാണ്, പഴയ റേക്കാണ് കേട്ടോ. ഇതിനായിട്ട് LHB ആയിട്ടല്ലേ ഈ വണ്ടി. അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് വന്നിട്ടേ നമ്മളിനി പോകത്തുള്ളൂ. ரயில் நிலையத்தை சுத்தமாக வைத்திருக்க உதவுங்கள். நடைமேடையிலோ அல்லது ரயில் பெட்டிகளிலோ குப்பை போடுவது மற்றும் எச்சில் துப்புவதை தவிர்க்கவும். Please keep the station clean. Do not spit or litter on the platform or compartment. Station को साफ सुथरा रखें. प्लेटफॉर्म पर या गाड़ी या कूड़ा न फेंकें. பயணிகள் தகுந்த பயணச்சீட்டு இல்லாமல் பயணம் செய்ய வேண்டாம் என கேட்டுக்கொள்ளப்படுகிறார்கள். Do not travel without proper ticket. ഈ വണ്ടിക്ക് താമ്പരത്ത് നാഗർകോവിൽ പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റുമായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. പഴയ റേക്കാണ്, IC ഫ്രൈക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നു നമ്മളെ വണ്ടി ഇപ്പോൾ ഇടും. നമ്മളിപ്പോൾ ശങ്കരൻ കോവിൽ എന്ന സ്റ്റേഷനിലെത്തി. നമ്മൾ ഈ പോകുന്ന ഒട്ടുമിക്ക എല്ലാ ലൈനും സിംഗിൾ ലൈനാണ്. ഇവിടെ നിന്ന് ഇനി വിരുദ്ധനഗർ പോയിട്ട് നോർമൽ റൂട്ടാണെങ്കിൽ ഡബിൾ ലൈനാണ്. പക്ഷെ നമ്മളിന്ന് ഡൈവേർട്ടർ റൂട്ടല്ല പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് വിരുദ്ധനഗറിൽ നിന്ന് മാനാമധുരൈ കാരൈക്കുടി വഴിയൊക്കെ പോകുമ്പോൾ അതും സിംഗിൾ ലൈനാണ്. പിന്നെ ട്രിച്ചിന്ന് തഞ്ചാവൂർ വരെ പിന്നെയും ഡബിൾ ലൈൻ ഉണ്ട്. തഞ്ചാവൂരിൽ നിന്ന് വീണ്ടും വേളാങ്കണ്ണി വരെ വീണ്ടും സിംഗിൾ ലൈൻ വരെ. പക്ഷെ അധികം ട്രാഫിക് ഒന്നുമില്ല കേട്ടോ. അധികം ട്രാഫിക് ഒന്നും ഇല്ലാത്ത റൂട്ടാണ്. നമ്മളങ്ങനെ രാജപാളയം എത്താറായിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു 25 മിനിറ്റ് ലേറ്റാണ്. പക്ഷെ അത് വിരുദ്ധനഗർ ജംഗ്ഷനൊക്കെ ആകുമ്പോഴേക്കും അത് ബിഫോർ ടൈം ആയിക്കോളും. അതിനിടയ്ക്ക് ഒരു ക്രോസിങ് കാണും, ഒരു മധുരൈ ചെങ്കോട്ടൈ പാസഞ്ചർ. അത് മിക്കവാറും അടുത്ത സ്റ്റേഷനിൽ വല്ല ആയിരിക്കും. അടുത്ത സ്റ്റേഷനാണ് ശിവകാശി. നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇനി നേരെ സ്ലീപ്പറിലൂടെ നടന്നു പോകുന്നത്. കുറച്ചുണ്ട്, ഏകദേശം നടുക്കായിട്ടാണ്, നടുക്കല്ല മുന്നിലായിട്ടാണ് നമ്മുടെ സ്ലീപ്പർ S5 ആണ്. അപ്പോൾ ശിവകാശി ടു വേളാങ്കണ്ണി നമ്മൾ S5ലാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ ഇത്രയും നേരം വന്ന യാത്രയുടെ ചിലവെന്ന് പറയുന്നത് 930 രൂപയാണ് എറണാകുളം ടു ശിവകാശി സെക്കൻഡ് AC-ക്ക്.
ഞാനങ്ങനെ നടന്ന് സ്ലീപ്പറിലെത്തിയിരിക്കുകയാണ്. ഇത് S2 കോച്ചാണ്. ഇവിടെ ഒറ്റ ഈച്ച പോലില്ല. ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഓൾമോസ്റ്റ് കാലിയാണ്. നമ്മളിപ്പോൾ ശ്രീവള്ളി പുത്തൂർ എന്ന സ്റ്റേഷനിലാണ്ട് ഒതുക്കാൻ പോകാൻ തോന്നുന്നു. ക്രോസിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മധുരൈ ചെങ്കോട്ടെ പാസഞ്ചർ, അപ്പോൾ അതിനായിരിക്കും മിക്കവാറും. നമ്മളിവിടെ ഹോം സിഗ്നലിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പം മിക്കവാറും മറ്റേ വണ്ടി അവിടെ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അതിനവിടെ ലൂപ്പ് ട്രാക്കിൽ കയറ്റിയിട്ട് നമ്മൾ കയറിപ്പോവും. അങ്ങനെ ആയിരിക്കും. മറ്റേ മധുരൈ ചെങ്കോട്ടെ പാസഞ്ചർ അവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം അതിന് ക്രോസ് ചെയ്ത് പോകുന്നു. നോക്കണേ. ഇതാണ് മധുരൈ ചെങ്കോട്ടെ പാസഞ്ചർ. നിങ്ങളിപ്പോൾ ഒരു WDP4D ഉണ്ട്. അത് മിക്കവാറും ചെങ്കോട്ടെ പോകുമായിരിക്കും. മറ്റേ ബാങ്കർ പണിക്ക് വേണ്ടി പോകുമായിരിക്കും മധുരയിൽ നിന്ന്. ആ ലോക്കമാണ് ഇതിൻ്റെ കൂടെ ട്രാൻസിറ്റ് ആയിട്ട് പോയേക്കുന്നത്. അപ്പോൾ ഇതിവിടെ പിടിച്ച് മിക്കവാറും മറ്റേ മുന്നിൽ മറ്റേ മയിലാടുതുറ എക്സ്പ്രസ് കിടപ്പണമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും പിടിച്ചത്. ഞാനങ്ങനെ നമ്മുടെ സ്ലീപ്പർ കോച്ചിനവിടെ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോച്ച് S5. അപ്പോൾ ഇവിടെ 15 നമ്മുടെ സൈഡ് ലോർ കേട്ടോ, രണ്ടാമത്തെ റോയിൽ. നമ്മളങ്ങനെ ശിവകാശി എത്തിയിരിക്കുകയാണ്. ശിവകാശി അറിയാം എല്ലാവർക്കും, ഭയങ്കര ഫേമസ് ഒരു സ്ഥലമാണ്. ഈ പടക്കമൊക്കെ ഉണ്ടാക്കത്തില്ലേ. അപ്പോൾ ശിവകാശി എത്തി. ഇവിടെ നമ്മൾ സ്ലീപ്പറിനാണ്. അതുകൊണ്ട് ഈ കാണുന്ന SI കോച്ചിലാണ്. ഇവിടെ നിന്ന് വേളാങ്കണ്ണി വരെ. പിന്നെ അടുത്ത സ്റ്റോപ്പ് വിരുദനഗറാണ്. വിരുദനഗർ നമ്മൾ ഒരുപാട് നേരത്തെ എത്തും. ഇവിടെ നിന്ന് ശകലമുള്ള വിരുദനഗർ എത്താൻ വേണ്ടിയിട്ട്. ശിവകാശിയിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇറങ്ങാനുണ്ടായിരുന്നേ. ഇപ്പോൾ സമയം 9:29. വിരുദനഗർ എത്തുന്ന സമയം ഒരു 10 മണി റേഞ്ചാണ്. നമ്മൾ അതിന് മുന്നേ എത്തും. കാരണം ഇവിടെ നിന്ന് അധികം ദൂരമില്ല വിരുദനഗർ. അപ്പോൾ അവിടെ ബിഫോർ ടൈം എത്തും. അവിടെ നമ്മൾ പിന്നെ പോകുന്നത് ഡൈവേർട്ടർ റൂട്ടാണ്, മാനാമധുരൈ കാരൈക്കുടി വഴി. പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ വണ്ടി പയ്യാണ് പോകുന്നത്. കണ്ടോ, എന്തോ ആ പാലത്തെ എന്തോ ഒപ്പിച്ചുകൊണ്ടിരിക്കുക അവർ. നമ്മളങ്ങനെ ആ മെയിൻ റൂട്ടിൽ കയറിയിരിക്കുകയാണ്. വിരുദനഗർ ജംഗ്ഷൻ. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ടാണ് ആ ഡൈവേർട്ടർ റൂട്ടിൽ കൂടെ പോകുന്നത്. ഇതിൻ്റെ ഒറിജിനൽ റൂട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നേരെ പോകുന്നതാണ്. പക്ഷെ നമ്മളിവിടെ നിന്ന് ഡൈവേർട്ടർ റൂട്ടിൽ കൂടെ കയറി നമ്മൾ മാനാമധുരൈ കാരൈക്കുടി റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഡൈവേർട്ടർ റൂട്ടിൽ ഈ വണ്ടിക്ക് 4 സ്റ്റോപ്പും ഉണ്ട്. ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ മാനാമധുരൈ, ശിവഗംഗ, പിന്നെ കാരൈക്കുടി, പിന്നെ പുതുക്കോട്ടൈ, ഈ 4 സ്ഥലത്തും ഈ വണ്ടിക്ക് ഒരു സ്റ്റോപ്പും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബുക്കിംഗ് ഒന്നുമില്ല. ഈ ജനറൽ ടിക്കറ്റ് എടുത്ത് കയറുന്നവർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മധുരയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വിരുദനഗറിൽ ഇറങ്ങുന്നൊക്കെ ഇനി പറയുന്നത് കേട്ടായിരുന്നു. ഇവിടെ നിന്ന് കുറച്ചല്ലേ ഉള്ളൂ മധുരയ്ക്ക്. അപ്പോൾ വിരുദനഗർ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങും. ഇനി ഇവിടെ നമ്മൾ പോകുന്നത് ഡൈവേർട്ടർ റൂട്ടാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ തേപ്പൊന്നും കിട്ടാതെ ട്രിച്ച് ചെയ്തെല്ലാം പറ്റും. ട്രിച്ച് എത്തുന്ന സമയം 1:30 കേട്ടോ. നമ്മൾ 10 മിനിറ്റ് നേരത്തെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 9:53 ആയപ്പോഴേ എത്തി. കണ്ട സമയം 9:54. ഇപ്പോൾ 10:05 ഇനി വണ്ടി ഇവിടെ നിന്ന് എടുക്കത്തുള്ളൂ. നമ്മുടെ ലോക്കോ ഒരു WP4 ആണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഇവിടെ ഫ്രണ്ട് ജനറൽ വന്നപ്പോൾ ഇവിടെ ആരുമില്ല. നോക്ക്, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ചെങ്കോട്ട അതിന് പിന്നെ കയറിയത് വേറെ ആരുമില്ല കേട്ടോ. കാലിയാണ് ഫുള്ള്. ഗൈസ്, കൊല്ലത്തുനിന്ന് ലോക്കോ മാറി കേട്ടോ. ഇന്നലെ നമ്മൾ കയറാൻ നേരത്തെ ലോക്കോയുടെ നമ്പർ 22570 ആയിരുന്നു. പക്ഷേ അത് ആരക്കോണം ഷെഡിൻ്റെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഈറോഡ് ഷെഡിൻ്റെ ലോക്കോ ആണ്. ഈറോഡിൻ്റെ 22572 WP4. അപ്പോൾ ഇതാണ് വേളാങ്കണ്ണി വരെ വണ്ടിയെ കൊണ്ടുപോകുന്നത്. ലോക്കോ മാറിയിട്ടുണ്ട്, പക്ഷേ WP4 തന്നെയാണ്. പക്ഷേ ഷെഡ് മാറി, വേറെ ലോക്കോ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കൊല്ലത്തുനിന്ന്. അപ്പോൾ ആ G9 ലോക്കോയും പിന്നെ ആ ആരക്കോണത്തിൻ്റെ P4 അവർ കൊല്ലത്ത് ഊരി കേട്ടോ. WP4ഉം LSP റേക്കും ശരിക്കും പറഞ്ഞാൽ നല്ല മാച്ചിങ് ആണ്. കിട്ടുന്ന ലോക്കോ ആണ്. ഈ WP4ൻ്റെ പവർ അന്ന് മനസ്സിലായത് പ്രയാഗ്രാജ് ഹംസഫറിന് പോയപ്പോഴാണ്. ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ കേട്ടോ. അവർ കൊല്ലത്ത് ലോക്കോ മാറ്റി. ഞാൻ കരുതിയത് ലോക്കോ മാറത്തില്ലതാണ്, പക്ഷേ അവർ ലോക്കോ മാറ്റി, വേറെ ലോക്കോ ഇപ്പോൾ കൊടുത്തേക്കുന്നത്. നമ്മൾ വിടേണ്ട ടൈം ആയിട്ടുണ്ട്, പക്ഷേ വിട്ടിട്ടില്ല. കാരണം മറ്റേ ട്രിച്ചി ട്രിവാൻഡ്രം ഇൻഡസ്ട്രി വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ട്രാക്കിൽ കൂടെയാണ് വരുന്നത്. നമ്മൾ ഈ ട്രാക്കിൽ കൂടെ സ്വിച്ച് ചെയ്ത് ഇതുകൊണ്ട് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അത് വന്നിട്ട് ഇനി നമ്മൾ ഡിപ്പാർട്ടായി അങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അത് ക്രോസ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമ്മളിവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ട്രിച്ചി ട്രിവാൻഡ്രം ഇൻഡസ്ട്രി രണ്ട് വരുന്നുണ്ട്. ഒരു ലാലാഗോഡയുടെ WP7 ആയിട്ട് ഉണ്ട്. പിന്നെ അത് പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് നമുക്ക് സിഗ്നൽ വീഴും കേട്ടോ. അതെ, നമ്മൾ ഹോൺ അടിച്ചു, നമ്മൾ വിടാൻ പോകും. അതുകൊണ്ട് കണ്ട
നമ്മളങ്ങനെ ഡൈവേർട്ടഡ് റൂട്ടിൽ കയറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് മാനാമധുരൈ ഭാഗത്തേക്കാണ്. ഇനി ട്രിച്ചി വരെ സിംഗിൾ ലൈനാണ്. ട്രിച്ചിയിൽ നിന്നും തഞ്ചാവൂർ വരെ വീണ്ടും ഡബിൾ ലൈന്, പിന്നെ അവിടെ നിന്ന് വീണ്ടും സിംഗിൾ ലൈന്. അപ്പോൾ ഇനി വലിയ തിരക്കൊന്നും ഇല്ലാത്ത റൂട്ടാണ്. തിരക്കെന്ന് വെച്ചാൽ വണ്ടിയൊന്നും ഇല്ല, വളരെ വണ്ടി കുറച്ച് മാത്രം പോകുന്ന റൂട്ടാണ്, സിംഗിൾ ലൈനാണ്. നമ്മളന്ന് മറ്റേ ഗുരുവായൂർ എഗ്മോറിന് പോയപ്പോഴും ഇതേപോലെ ആയിരുന്നു. അന്ന് ഇതുപോലെ ആ വണ്ടി ഡൈവേർട്ടഡ് ആയിരുന്നു, ഈ വഴി സെയിം വഴിക്ക്. ഡൈവേർട്ടർ റൂട്ടിൽ കയറിയ പിന്നെ നമ്മുടെ വണ്ടിക്ക് അത്ര വലിയ സ്പീഡൊന്നുമില്ല, ഒരു 60, 70, 80 റേഞ്ച് എങ്ങാണ്ട് വേണം, അതിൽ കൂടുതലൊന്നുമില്ല. വളരെ പയ്യാണ് പോകുന്നത്, അതുകൊണ്ട് നല്ല സുഖമുണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി. പക്ഷേ വെയിൽ തുടങ്ങിയുള്ളൂ, ഇത്ര നേരം വെയിലൊന്നുമില്ല, ഇപ്പോൾ വെയിൽ തുടങ്ങി. ഈ റൂട്ടിൽ വണ്ടികൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. രാത്രിയിലൊക്കെയാണ് വണ്ടിയുള്ളത്, തീരെ വണ്ടിയില്ല. നമ്മളിപ്പം അറുപ്പുക്കോട്ടയിൽ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, പക്ഷേ ഇവിടെ എനിക്ക് ഒന്ന് ചവിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ സ്റ്റേഷൻ ആയപ്പോഴേക്കും സ്പീഡൊക്കെ കുറഞ്ഞ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മറ്റേ എറണാകുളം വേളാങ്കണ്ണി ബൈ വീക്ക്ലി വണ്ടിയില്ലേ, ആ വണ്ടിയുടെ റൂട്ടാണ്. അപ്പോൾ കാരേക്കുടി വരെ ആ സെയിം റൂട്ടാണ്. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ട്രിച്ചി ഭാഗത്തേക്ക് പോകുന്നത്. മറ്റേ വണ്ടി കാരേക്കുടിയിൽ നിന്ന് തിരുത്തുറൈപ്പൂണ്ടി റൂട്ടിൽ കൂടെ പോകും. നമ്മളങ്ങനെ മാനാമധുരൈ ജംഗ്ഷനിലേക്ക് കണ്ട് കയറുകയാണ്. അപ്പോൾ ഈ ലൈനാണ് രാമേശ്വരത്ത് നിന്ന് വരുന്ന ലൈനിങ്ങിലേക്ക് കാണുന്ന ലൈൻ. ഈ വണ്ടിയിലുള്ള പലർക്കും അറിയത്തില്ല ഈ വണ്ടി ഡൈവേർട്ടഡ് ആണെന്ന്. നിങ്ങൾ ഈ ബുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുന്ന ഇതിൽ മെസ്സേജ് വരും വണ്ടി ഡൈവേർട്ടഡ് ആണെന്നും പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ NTS ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ ട്രെയിൻ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും വണ്ടി ഡൈവേർട്ടഡ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പെട്ടുപോകും. അറിയാത്തവരൊക്കെ കയറി ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനകത്ത് കയറി പെട്ടിരിപ്പുണ്ട്. മാനാമധുരൈ എന്നിട്ട് മധുരയാണെന്നൊക്കെ ചോദിക്കുന്നു കുറേ പേരൊക്കെ. കൂടുതലും തമിഴ്നാട്ടുകാരാണ്, മലയാളികളും ഉണ്ട്. അപ്പോൾ ദയവേത് നിങ്ങളുടെ ഫോണിൽ വരുന്ന മെസ്സേജ് നിങ്ങളൊന്ന് നോക്കുക, ഡൈവേർട്ടഡ് ആണോ അല്ലയോ എന്ന് പറഞ്ഞ മെസ്സേജ് വരും. അത് ഡൈവേർട്ടഡ് ആണെന്ന് അനൗൺസ് ചെയ്യുമ്പോൾ അപ്പം തന്നെ അവർ മെസ്സേജ് അയക്കും. ഈ രാമേശ്വരത്തേക്ക് ലൈൻ തിരിയുന്ന ഒരു ജംഗ്ഷനും കൂടെയാണ് ഈ മാനാമധുരൈ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് തവണ ഇതേപോലെ രാമേശ്വരത്തിന് വരാൻ നേരത്തെ ഈ വഴിയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ എറണാകുളം വേളാങ്കണ്ണി വീക്ക്ലി ഇതായിട്ട് മാനാമധുരൈയിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ റൂട്ടൊന്നും അല്ല, ഇത് ഡൈവേർട്ടഡ് റൂട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ. സെക്കൻഡ് പാർട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് മാനാമധുരൈ നിന്ന് കാരേക്കുടി വഴി. കാരേക്കുടി എന്ന് പറയുന്നത് ചെട്ടിനാടിലാണ്. അപ്പോൾ ചെട്ടിനാട് വഴി നമ്മൾ ട്രിച്ചി നമ്മൾ തഞ്ചാവൂർ വഴി നമ്മൾ വേളാങ്കണ്ണി പോകും. ശരിക്കും പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് തഞ്ചാവൂർ പോകണമെങ്കിൽ ഡെയിലി ഉള്ളൊരു വണ്ടിയാണ് ടീ ഗാർഡൻ എക്സ്പ്രസ്. അപ്പോൾ അതുകൂടാതെ ഒരു വീക്ക്ലിയും കൂടെ ഇപ്പോൾ ഉണ്ട്, വെനസ്ഡേ വിടുന്ന എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്. ഇതിന് കയറിയ വൈകിട്ടൊരു ഉച്ച കഴിഞ്ഞൊരു 2:30 സമയത്ത് നമുക്ക് തഞ്ചാവൂർ എത്താൻ പറ്റും. അപ്പോൾ തഞ്ചാവൂർ വഴി നമ്മൾ വേളാങ്കണ്ണി പോയിട്ട് തിരിച്ച് നമ്മൾ എറണാകുളം പോകുന്നതാണ് അടുത്ത വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. അടുത്ത ദിവസം ഇവിടെ നിന്ന് വേളാങ്കണ്ണി പോയിട്ട് തിരിച്ച് എറണാകുളം പോകുന്ന വീഡിയോ ആയിട്ട് കാണാം. ബൈ.